ഹായ്, ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നൊമാറ്റോ സോഷ്യൽ വെബ്സൈറ്റിനെ കുറിച്ചാണ്. നൊമാറ്റോ സോഷ്യൽ വെബ്സൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഓട്ടോ റിപ്ലൈസ്, പോസ്റ്റിനുള്ള ഓട്ടോ കമന്റ്സ്, അതുപോലെ സ്റ്റോർ ക്രിയേഷൻ, നമുക്ക് ചാറ്റ് ബോട്ട് മാനേജ്മെന്റ്, നമുക്ക് ഓട്ടോ റിപ്ലൈസ് ചാറ്റ് ബോട്ട് ത്രൂ സെറ്റ് ചെയ്യാം, വർക്ക് ഫ്ലോ സെറ്റ് ചെയ്തിട്ട് അതിനൊക്കെ ഉള്ളൊരു വെബ്സൈറ്റ് ആണ് നൊമാറ്റോ സോഷ്യൽ. ഇവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ലോഗിൻ ചെയ്യാം. ഇവിടെ ലോഗിൻ ചെയ്യാൻ നിങ്ങൾക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ സൈൻ ഇൻ വിത്ത് ഫേസ്ബുക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളതാണെങ്കിൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം, ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഇമെയിലും പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പം ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ നെയിം, അതുപോലെ ഇതിന്റെ ഡാഷ്ബോർഡ് ആണ്. അതിന് താഴെ നിങ്ങൾക്ക് കണക്റ്റഡ് അക്കൗണ്ട്സ് കാണാൻ വേണ്ടി പറ്റും, API ചാനൽസ്, അതുപോലെ ഫേസ്ബുക്കിന്റെ ടൂൾസ് ഉണ്ട്, കോമന്റ് മാനേജർ, ബോട്ട് മാനേജർ, ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ടൂൾസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതിനകത്തുള്ള പോസ്റ്റ് മാനേജ്മെന്റ്, അതായത് പോസ്റ്റിനുള്ള കോമന്റ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ആപ്പുകളിലുള്ള കോമന്റ്സ് മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ മെസ്സേജസ്, ഓട്ടോ റിപ്ലൈസ്, ഓട്ടോ കമന്റ്, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് അതുപോലെ ഇ കൊമേഴ്സ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് കണക്ട് അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇതിലിവിടെ നമ്മളിവിടെ കണക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല, ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് അക്കൗണ്ട്. അപ്പൊ ഈ ഒരു കണക്ഷൻ എടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ സോഷ്യൽ മീഡിയ രണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. അത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഇവിടെ നിങ്ങൾക്കത് ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്കും പേജും അതിന്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാമും ഇവിടെ ആക്റ്റീവായി കിട്ടുന്നതാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ബിസിനസ് അക്കൗണ്ട് ആയിരിക്കണം, അതേപോലെ ഫേസ്ബുക്കിൽ ഒരു പേജ് ആണ് ഉണ്ടാവേണ്ടത്. ഇവിടെ ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്. ഞാനിപ്പോ മുന്നേ ലോഗിൻ ചെയ്തത് കൊണ്ടാണ് ഈ ഒരു അക്കൗണ്ട് റീകണക്ട് ചെയ്യേണ്ട രീതിക്ക് ചോദിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട്സ് ലിങ്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോഴും കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇവിടെ സെലക്ട് ചെയ്യാം, അതുപോലെ നിങ്ങളുടെ അക്കൗണ്ട്, ബിസിനസ് അക്കൗണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ സേവ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഇവിടെ ലിങ്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ സിങ്ക്രണൈസ് ഓപ്ഷൻ കൊടുക്കാം. നമ്മുടെ ഫോളോവേഴ്സും മീഡിയാസും ഒക്കെ ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ബോട്ട് ഓപ്ഷൻ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ എനാബിൾ ചെയ്യാൻ വേണ്ടി പറ്റിയതാണ്, എനാബിൾ ബോട്ട് കണക്ഷൻ. അപ്പൊ ഈ ഒരു ബോട്ട് കണക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് വരുന്ന മെസ്സേജസ്, അതേപോലെ നമുക്ക് ഡീറ്റെയിൽസ്, അവരുടെ കീവേഡ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഫ്ലോ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓട്ടോ റിപ്ലൈസ് നമുക്ക് കൊടുക്കാം മെസ്സേജസിനുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ കമന്റ് മാനേജറിൽ ഓട്ടോ കമന്റ്സ്, അതുപോലെ റിപ്ലൈ കമന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇതിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് API ചാനൽസ് കാണാൻ വേണ്ടി പറ്റും. API ചാനൽസ് നമുക്ക് സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഇമെയിൽ ഓട്ടോ റെസ്പോണ്ട്, ഇമെയിൽ ക്യാമ്പയിൻസ് ഒക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ മെയിൽചിമ്പ് പോലുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് SMS കാര്യങ്ങൾക്ക് ടിലിയോ അതുപോലത്തുള്ള മറ്റ് ആപ്ലിക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇമെയിൽ APIs SMTP കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയതാണ്. പിന്നെ WooCommerce ഓപ്ഷനും ഉണ്ട്. അതുപോലെ നമുക്ക് AI റിപ്ലൈസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് OpenAIയുടെ ഓപ്ഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ മാനേജർ, നമുക്ക് റിപ്ലൈസ് വരും, നമ്മുടെ ഫോളോവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ, അവരുടെ റിപ്ലൈസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സീൻ ചെയ്യാൻ വേണ്ടി പറ്റിയതാണ്. കമന്റ്സ് ഒക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ സീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് വരുന്ന മെസ്സേജസ് ഇവിടെ ലൈവ് ചാറ്റ് ഓപ്ഷനിൽ നമുക്ക് വരുന്ന ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും വരുന്ന മെസ്സേജസ് ഇപ്പോൾ ഇവിടെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ബോട്ട് മാനേജറിന്റെ അകത്ത് നമുക്ക് ഇവിടെ ഫ്ലോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രിയേറ്റ് ന്യൂ ഫ്ലോയിൽ നമുക്ക് ഓട്ടോമേറ്റഡ് ഫ്ലോസ്, നമുക്ക് വരുന്ന മെസ്സേജ് ഡിറ്റക്ട് ചെയ്യാം, എന്നിട്ട് അതിനനുസരിച്ചുള്ള റിപ്ലൈസ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതിലൂടെ ഒരു ന്യൂ ഫ്ലോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജസ്, അതുപോലെ ഇമേജസ് സെൻഡ് ചെയ്യാം, ഓഡിയോ സെൻഡ് ചെയ്യാം, വീഡിയോസ്, ഫയൽസ്, ഫേസ്ബുക്ക് മീഡിയ, കാർഡ്, അതുപോലെ കറോസൽ, നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ
നമുക്ക് കറോസൽ സെറ്റ് ചെയ്യാം, മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് നമുക്ക് സെൻഡ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇ-കൊമേഴ്സ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തുള്ള പ്രൊഡക്റ്റ് ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടീഷൻ റിപ്ലൈ, അതുപോലെ തന്നെ സീക്വൻസ് ക്യാമ്പയിൻ, നമുക്കിപ്പോൾ ഒരു ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ നമുക്ക് ക്ലയൻസിനെ ഫോളോ അപ്പ് ചെയ്യാൻ, നമുക്ക് വരുന്ന മെസ്സേജ് കസ്റ്റമേഴ്സിനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സീക്വൻസ് വെച്ചിട്ട്. അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമിനനുസരിച്ച് അവർക്ക് പ്രൈവറ്റ് മെസ്സേജ് പോകുന്നതാണ്. അതുപോലെ ഇൻപുട്ട് ഫ്ലോ, നമുക്ക് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മൾട്ടി ചോയ്സ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്യുന്ന രീതിക്കുള്ള റിപ്ലൈസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ റെക്കറിംഗ് ഓപ്ഷൻ, AI റിപ്ലൈ. ഇതൊക്കെയുള്ള ഫീച്ചേഴ്സ് ആണ് ബോട്ട് മാനേജറിന്റെ അകത്ത് വരുന്നത്. അതുപോലെ നമുക്കിവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്ന റിപ്ലൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം, ചേഞ്ചസ് ചെയ്യാം. അതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് സീക്വൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ആക്ഷൻ ബട്ടൺസ് അല്ലെങ്കിൽ നമുക്ക് കീവേഡ്സ് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ബോട്ട് കീവേഡ് സെറ്റിംഗ്സിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജിന്റെ ഫ്ലോ ഒക്കെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്തത് ഈ ഒരു കമന്റ് മാനേജർ ആണ്. കമന്റ് മാനേജറിനകത്ത് നമുക്ക് നമ്മുടെ ഓൾ പോസ്റ്റസ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അത് നമുക്ക് കമന്റ് ടെംപ്ലേറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് വരുന്ന കമന്റിന് റിപ്ലൈ കൊടുക്കാനുള്ള കമന്റിന്റെ ടെംപ്ലേറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിപ്ലൈ ടെംപ്ലേറ്റ്, നമുക്കിപ്പോൾ ഒരു കമന്റ് വന്നു, ആ ഒരു കമന്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതിന് കൂടെ തന്നെ നമുക്ക് അവർക്ക് പ്രൈവറ്റ് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഒരു ക്രിയേറ്റ് ന്യൂ ടെംപ്ലേറ്റിന്റെ അകത്ത് ഇതിനകത്ത് നമുക്ക് ജനറിക് റിപ്ലൈ അയക്കാം. നമുക്ക് വരുന്ന ഏത് റിപ്ലൈക്കും നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ വരുന്ന വേർഡ് അല്ലെങ്കിൽ സെന്റൻസിനനുസരിച്ചിട്ട് നമുക്ക് മെസ്സേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. നമുക്കിവിടെ നമ്മളെ പേജ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പേജിലാണോ ഈ റിപ്ലൈസ് പോവേണ്ടത് എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് വേണ്ട റിപ്ലൈയും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ ജനറിക് റിപ്ലൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് മെസ്സേജ് കൊടുക്കേണ്ടത്, എന്താണ് അതിന്റെ കൂടെ ഇമേജസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇമേജ് റിപ്ലൈ ആയിട്ട് പോകുന്നതാണ്. അപ്പൊ അതൊരു കമന്റിൽ തന്നെ നമുക്ക് ഇമേജസോ വീഡിയോസോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കത് കമന്റ് റിപ്ലൈ ആയിട്ട് നമുക്കത് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേ സെയിം ടൈമിന് നമുക്കൊരു പ്രൈവറ്റ് റിപ്ലൈയും ഇവിടെ ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജനറൽ ആയിട്ട് പോകാനുള്ള പ്രൈവറ്റ് റിപ്ലൈയും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് ഫിൽറ്ററിങ്ങിന്റെ അകത്താണെങ്കിലും ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, മെസ്സഞ്ചർ ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ ഇമെയിൽ ബ്രോഡ്കാസ്റ്റിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേ സെയിം ഫീച്ചേഴ്സിന് നമുക്കിവിടെ ഇൻസ്റ്റഗ്രാം ടൂൾസിലും അവൈലബിൾ ആണ്. സബ്സ്ക്രൈബർ മാനേജർ, അതുപോലെ ലൈവ് ചാറ്റ്, ബോട്ട് മാനേജർ, അതുപോലെ കമന്റ് മാനേജർ. നമുക്ക് ഫേസ്ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ള സെയിം ഓപ്ഷൻസ് തന്നെ ഇൻസ്റ്റഗ്രാമിലും അവൈലബിൾ ആണ്. നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടതുപോലെ തന്നെ ഫേസ്ബുക്ക് കമന്റ് മാനേജറിൽ കണ്ടതുപോലെ തന്നെ റിപ്ലൈ ടെംപ്ലേറ്റ്, കമന്റ് ടെംപ്ലേറ്റ്, അതുപോലെ തന്നെ ഓൾ പോസ്റ്റ് ലിസ്റ്റ് ഒക്കെ നമുക്ക് ഇതിലും അവൈലബിൾ ആണ്. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് സോഷ്യൽ പോസ്റ്റിംഗ്. സോഷ്യൽ പോസ്റ്റിംഗിലാണെങ്കിലും നമുക്ക് മൾട്ടിമീഡിയ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഓട്ടോ പോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കറോസൽ വീഡിയോ പോസ്റ്റ്, CTA പോസ്റ്റ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെയുള്ള ഒരു ഓപ്ഷനാണ് ഇ-കൊമേഴ്സ് സ്റ്റോർ. നമുക്ക് ഇതിനകത്തൊരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു സ്റ്റോറിലെ ഡീറ്റെയിൽസ് നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ത്രൂ നമുക്ക് അവരുടെ എൻക്വയറീസ് അനുസരിച്ച് നമുക്ക് അതിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പർച്ചേസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ പേയ്മെന്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ് റിപ്ലൈ സെറ്റ് ചെയ്യുന്നതും ബോട്ട് റിപ്ലൈസ് സെറ്റ് ചെയ്യുന്നതും ബോട്ട് മാനേജറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ട് എങ്ങനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഓട്ടോമേറ്റ് ചെയ്യാം, അതുപോലെ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ എങ്ങനെ മാനേജ് ചെയ്യാം, അത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൂടെ നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ അത് എത്തിക്കാം എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.